സവാള ഇല്ലാതെ എന്ത് റമദാനില്ലേ വാങ്ങിച്ചുകൊണ്ടുവന്ന ഈ സാധനങ്ങളൊക്കെ സെറ്റാക്കി എടുത്തതിന് ശേഷം നൂനുസിൻ്റെ മന്ന റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മന്ന റെഡിയാക്കിയതിന് ശേഷം നല്ലോണം ചൂടണിയാൻ വേണ്ടി വെച്ചു. ആ സമയം ഫ്രിഡ്ജിൽ നിന്ന് സ്വീറ്റ് കോണും ബ്രെഡും ക്യാപ്സിക്കും ക്യാരറ്റും സവാളയും എഗ്ഗും അങ്ങനത്തെ അത്യാവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ബ്രെഡ് ഒന്ന് ആവി ഒളിച്ചെടുക്കുന്നുണ്ട്. ആവി ഒളിച്ച ബ്രെഡ് ഞാൻ രണ്ടെണ്ണം അട്ടിക്ക് വെച്ച് ഇങ്ങനെ നടു പരത്തി ഒന്ന് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ആ ഫില്ലിങ്ങും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വേണ്ടുന്ന സവാളയും ക്യാരറ്റും ക്യാപ്സിക്കും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കുറച്ച് മല്ലിയില, 2 പുഴുങ്ങിയ മുട്ട, ഇതെല്ലാം കേട്ടോ ഫില്ലിങ്ങിൽ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ബ്രെഡ് ഇങ്ങനെ നടു കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ്ങിലേക്ക് കുറച്ച് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ മയോണൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 സ്പൂൺ മാത്രമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുരുമുളക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണിച്ചിട്ടില്ല. ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഷേപ്പാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. സംഭവം നല്ല സെറ്റായി ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് ഓർക്കാണെങ്കിൽ അതേ സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് കൊണ്ടുവന്ന് ടേബിളിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ് കോണും ചിക്കനും വെച്ച ഒരു ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ് ഉണ്ടാക്കിയത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഫുഡായിട്ട് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിട്ട് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ നോമ്പ് ഓർക്കുന്ന സമയത്ത് സെറ്റാവാത്ത നമ്മുടെ ക്യാരറ്റ് കേക്കും ഇവിടെ സെറ്റായി കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു ചായ കറാമ്പോ ഒക്കെ ഇട്ടിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോയിട്ടുള്ളത് നേരെ ടൗണിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവരാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി കുറേ ഐറ്റംസ് വേറെ വരാൻ പുതിയ കളക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.